ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായും കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോവല്ലേ. അതുപോലെ നമ്മളെ ഫാമിലി ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് ആട്ടമാവിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല തിളച്ച വെള്ളത്തിലിട്ട് നമ്മൾ മാവൊക്കെ നന്നായി കുഴച്ച് ശരിയാക്കി നമ്മൾ ചപ്പാത്തി കുറച്ച് വലിയ ചപ്പാത്തി തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് എന്താ പറയുക, നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി വേഗം ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് അങ്ങ് സമയം അടുക്കളയിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ബോറടിക്കുന്ന പരിപാടിയും കൂടിയാണ് കേട്ടോ. പക്ഷെ അതിന് വേണ്ടി ഒരു ഐഡിയ ഉപയോഗിച്ച് തന്നെ നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് നല്ല കനലാത്ത ചപ്പാത്തിയൊക്കെ ശരിയായിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇഞ്ചി കേട്ടോ നടുന്നത്. ഇഞ്ചി കുറച്ചധികം നമ്മളെ വിത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെ ഓരോ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ചാക്കിൽ കുറച്ച് മുന്നേ കരിയിലും മണ്ണും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് ചാക്ക് കുറച്ചും കൂടി കിട്ടാനുണ്ട്. അതൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ കരിയിൽ നന്നായി നിറച്ച് കൊടുത്ത് ഇഞ്ചിയും മഞ്ഞളും എല്ലാം അതുപോലെ നട്ടു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലം ഉള്ളെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ പുറത്ത് കുറച്ച് നമ്മൾ കരിയിലൊക്കെ വീണ് കിടന്നിരുന്നു, അതൊക്കെ ഒന്ന് ശരിയാക്കി അവിടെയും നമ്മൾ കുറച്ച് ഇഞ്ചി നട്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഴ പെയ്തിട്ട് നന്നായി മണ്ണൊക്കെ കുതിർന്ന് കിടക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൈക്കോട്ടുകൊണ്ടൊക്കെ കളക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ മണ്ണൊക്കെ കുതിർന്ന് ആയ സമയത്ത് നമ്മൾ ഇതുപോലെ കളച്ച് എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പോൾ ഒന്നായി മണ്ണും മണലും ഒക്കെ ചേർന്ന് നല്ലൊരു മണ്ണാണ് കേട്ടോ. ഇവിടുത്തെ മണ്ണ് പെട്ടെന്ന് എല്ലാ സംഭവങ്ങളും എന്ത് കുഴിച്ചിട്ടാലും പെട്ടെന്ന് തളിർത്ത് വരാനും മുള വരാനും ഒക്കെ നല്ല പെട്ടെന്ന് നമ്മളത് ശരിയായി കിട്ടുന്ന മണ്ണാണ്. ഈ മണ്ണാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. എല്ലാ ഭാഗത്തും മണ്ണ് ഇതുപോലെ ആയിരിക്കില്ല. ചില ഹാർഡായിട്ടും അതുപോലെ പോഷക സമൃദ്ധിയൊക്കെ കുറഞ്ഞ മണ്ണുകൾ ഉണ്ടാവും കേട്ടോ. ഇത് കരിയിലൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഒരുപാട് അങ്ങ് കയറിയത് കാരണമാണ് നമ്മളെ മണ്ണ് ഇത്രയും കറുപ്പ് നിറത്തിലുള്ള നല്ല മണ്ണായി കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പുറത്തൊക്കെ ജോലി ചെയ്തതിന് ശേഷം അകത്ത് കയറിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ആ ചിക്കനൊക്കെ പെട്ടെന്ന് കറിയാക്കേണ്ട. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ കറി കാണിക്കണില്ല. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും അതുപോലെ ഗരം മസാല കുറച്ച് ചിക്കൻ മസാല എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി നമ്മൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് പട്ടയും ഗ്രാമ്പും ഏലക്ക ഇട്ട് കൊടുത്ത് ഒന്ന് സൺഫ്ലവർ ഓയിലാണ് ആദ്യം നമ്മൾ ഒഴിച്ചെടുത്തിരിക്കുന്നത്. അതൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നെയ്ച്ചോറും ആയി കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ചിക്കൻ പെട്ടെന്ന് ശരിയായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സാലഡ് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റും സവാളയും എല്ലാം കൂടി കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും കുറച്ച് പപ്പടം കൂടിയും പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ നെയ്ച്ചോറ് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ വാഴയിലയിൽ ചോറ് വിളമ്പ് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരു വലിയ ഇഷ്ടമുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ. പ്ലേറ്റിൽ തന്നെ ചോറ് എപ്പോഴും കഴിക്കണേനല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മാംഗോ ജ്യൂസും കൂടി ഉണ്ടാക്കിയെടുത്തു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.